കല്യാണം കഴിഞ്ഞിട്ട് നീ പുറത്തോട്ട് പോലും ഒന്നും ഇറങ്ങുന്നില്ല. എടാ ഞാൻ നിന്റെ കൂട്ടുകാരനല്ലയോ? നമ്മളെയൊക്കെ ഒന്ന് വന്ന് കാണുക, സംസാരിക്കുക, അതൊന്നും ചെയ്യുന്ന പോലും ഇല്ല. ഇപ്പം നമ്മളെ ഒന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. എന്ത് സ്വഭാവമാണ് ഇത്? ഹലോ, ബിൽഡിംഗ് എത്തുന്നതാ. എന്റെ മക്കളെ, എന്റെ വീട് കത്തില്ലടാ. എന്റെ പേരക്കുട്ടി അതിനകത്തുണ്ട്. ആ സ്കൂളിൽ പോയി നിൽക്കണ, ഒന്ന് രക്ഷിക്കടാ. എന്റെ പൊന്നമ്മ, ബിൽഡിംഗ് മൊത്തം കത്തുവോ? ഞങ്ങൾക്കൊന്നും രക്ഷിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് സൂപ്പർ ഹീറോ ഒന്നുമല്ല. എടാ ശേഖരൻ, നീ എന്തു കാണിക്കുന്നത്? എടാ ഇങ്ങോട്ട് വേടാ, തീയാടാ അവിടെ. എടാ ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എടാ എന്തുവാടാ കാണിക്കുന്നത്? വളരെയധികം നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്നില്ല മോനെ. മോനാരാ? സൂപ്പർ ഹീറോ വല്ലതാണോ? നീലിയെ പോലെ വല്ല? അല്ല. മോൻ ഇത്രയും പേടി കൂടാതെ കയറി പോവാൻ എവിടുന്ന് ഇത്ര ധൈര്യം കിട്ടിയത്? പറ മോനെ, ഒന്ന് പറ. അവന് ഇത്രയും ധൈര്യം എവിടുന്നാ ഉണ്ടായെന്നറിയാം? അവനൊരു കല്യാണം കഴിച്ചു. ചാൾസ് സോദരാജി പോലും ഞാൻ ഈ ധൈര്യം കണ്ടിട്ടില്ല. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ കെട്ടിയാനായിരുന്നു. ഞാനിപ്പോ വരാവേ. എന്ത് പറ്റുമോനെ? അവിടെ ഒരാള് കുളത്തിൽ വീണ്. ഞാൻ പോയി രക്ഷിച്ചിട്ട് വരാം. അതിന് മോനെ നീന്തലറിയാവോ? ഇല്ല. ഓ, മിന്നലടിച്ചും ചെലന്തി കടിച്ചും സൂപ്പർ പവർ കിട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പോട്ടെ, പ്രേതത്തിൽ നിന്ന് വരെ സൂപ്പർ പവർ കിട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ഇമാതിരി സൂപ്പർ പവർ. ഹെൽമെറ്റ് ഇല്ല, വണ്ടിക്ക് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടോടാ? ബുക്കും പേപ്പറോ? ലൈസൻസോ? എന്നെ കണ്ടു കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്തവനാന്ന് തോന്നുന്നു സാറേ. ഇല്ല. അതാണ് എന്നെ, എനിക്ക് ലൈസൻസ് ഇല്ല സാറേ. എന്നാ മോനെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നിന്നേ, നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാൻ ബാക്കിയുള്ളത്. ഞാൻ എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു സാറിന്? ഞാൻ ഇതങ്ങോട്ട് ഒതുക്കിയേ സാറിന്റെ ജീപ്പിലേക്ക് പോവാം. തോന്നിയ ദിവസം കാണിച്ചിട്ട് പോലീസുകാരോട് അധിക പ്രസംഗം കാണിക്കും. അങ്ങോട്ട് മാറിക്കണം. സാറേ, അവൻ ചെയ്ത കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. എന്തിന്? ഇവൻ നിന്റെ കൂട്ടുകാരൻ വല്ല ആണോ അതോ അയലത്തുകാരൻ വല്ല ആണോ? ആണോ? സാറ് വിളിക്കുന്ന കേട്ടില്ലയോ? അപ്പൊ നിനക്കും അറിയത്തില്ലയോ? ഞാനങ്ങനെ പുറത്തിറങ്ങാറില്ലേ. അയലത്തുകാരനാണോ താങ്കൾ? അല്ല, അവൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കോ, യാതൊരു കുഴപ്പം. സാർ എന്തായാലും ഒരാളെ പോരായോ? ദാ കിട്ടിയില്ലയോ? കൊണ്ടുപോക്കോ, ഞാൻ എന്റെ വഴിക്ക് പോക്കോട്ടെ. സുഹൃത്തെ, നീ എന്തേലും തെറ്റ് വല്ലതും ചെയ്തായിരുന്നോ? തെറ്റ്, ചെറിയൊരു പീഡനം, ചെറിയൊരു ഡൗട്ട്, അതുകൂടെ അങ്ങ് ഏറ്റെടുത്തേക്കണേ. ആണല്ലേ? നന്ദിയുണ്ട് സാറേ. എന്നാൽ അധികം താമസിക്കണം, നമുക്കങ്ങ് പോയാലോ? എന്നാ നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോ, ഞാനെന്നാ കൊണ്ട് പോട്ടെ. നന്ദിയുണ്ട്. നന്ദിയുണ്ടേ. ഇവനൊരു ഫോൺ പേല മമ്മൂട്ടിയാ. നിനക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറ, നിന്നെ ജാമ്യത്തിൽ ഇറക്കണ്ടായോ? ഓ, 2-3 ദിവസം കഴിയട്ടെ സാറേ, ഇവിടെ നല്ല സമാധാനമുണ്ട്. എടാ മോനെ, നിനക്ക് എന്താ പറ്റി? നീ ഇവിടെ കൂടാൻ തീരുമാനിച്ചേക്ക് വന്നു. എന്നെ എപ്പോഴാ ജയിലിൽ കൊണ്ടുവന്നേ? എടാ ജയിലിൽ കൊണ്ടാനുള്ള കേസൊന്നുമില്ല, പൊട്ടൻ നിന്നെ പറ്റിച്ച പീഡന കേസെന്നൊക്കെ പറഞ്ഞു. അയ്യോ, അപ്പൊ എന്നെ തൂക്കി കൊല്ലത്തില്ലയോ സാറേ? ഇപ്പോഴത്തെ നമ്മുടെ നിയമമൊക്കെ അനുസരിച്ച് പെറ്റി കേസിനൊക്കെ അങ്ങനെയൊക്കെയാ വകുപ്പ്. സാറേ, സാധാരണ നിങ്ങൾക്ക് ഒരാളെ കിട്ടുവാണെങ്കിൽ ആ സ്റ്റേഷനിലെ മൊത്തം കേസും അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കത്തില്ല. അതേപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്തു. ഇവിടെ അങ്ങനത്തെ കേസൊന്നും ഇല്ല, നിനക്ക് ചുമ്മാ പണി തരാൻ വേണ്ടി. ഇതൊരു പോലീസ് സ്റ്റേഷനാണോ സാറേ? കേസില്ല. എടാ നിന്റെ പേര് തരാൻ വേണ്ടി ഇവിടെ കേസൊന്നും ഇല്ല. സാറിന് എന്നെ ജയിലിലിടാൻ ഒരു വകുപ്പും ഇല്ല. ഇല്ലടാ സാറേ, ഈ യൂണിഫോമിലുള്ള പോലീസ് അതിനെ തന്നെ എന്തോ വകുപ്പ്? അത് IPC 300-400 അങ്ങാണാ തോന്നുന്നു. അത് എന്നാ സാറേ, ആയിരിക്കുന്ന റൈറ്ററിനോട് പറഞ്ഞ് ആ കേസൊന്ന് എഴുതിയേ കേട്ടോ. എടാ നിന്റെ വീട്ടിലെ പട്ടി പൂച്ചയൊന്നും ഇല്ലല്ലോ? മോളെ, ചേട്ടാ 4 പൊറോട്ട, ഒരു ബീഫ് കറി,
ബീഫ് ഇച്ചിരി വളിച്ചതാ, പൊറോട്ട രാവിലത്തെയാ. ആ കുഴപ്പമില്ല, അതാ നല്ലത്, എടുത്തോ. എടാ കഴിഞ്ഞ ആഴ്ച ഈ കടയിൽ നിന്ന് ഫുഡ് കഴിച്ച ഒരു ചേട്ടൻ മരിച്ചു പോയടാ. ഇവിടുത്തെ ഫുഡൊന്നും കൊള്ളത്തൊന്നുമില്ല, നീ വാങ്ങിക്കണ്ട. ചേട്ടാ കുഴപ്പമില്ല, എടുത്തോ. നല്ല വട്ടിക്കും കൊടുക്കാനായിരിക്കും. എന്തൊരു സൗണ്ട് ഇത്, ഹോൺ അടിക്കാതെ പോടാ പട്ടികളെ. ഇതൊരു സൗണ്ട് ഇത്. ഇത്ര സൗണ്ട് തിരക്കുള്ളിടത്ത് ഇങ്ങേർക്ക് ഇത് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നു? ചേട്ടാ ചേട്ടാ ചേട്ടൻ ഇത്ര സൗണ്ട് തിരക്കുള്ളപ്പോ എങ്ങനെ ഇങ്ങനെ മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നു? അവൻ കുഞ്ഞല്ലയോ, അവന് വഴിയെ മനസ്സിലാവും. ഷോ ഇത് വല്ലാത്ത ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു സാധാരണ മനുഷ്യനല്ല, അതിലുപരി കേരള ഓഫ് റോഡ് കിങ് എന്നറിയപ്പെടുന്ന F1 റേസിംഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഭയമെന്ന വാക്ക് പുള്ളിയുടെ നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ, ദി വൺ ആൻഡ് ഓൺലി ശേഖരൻ, അനന്തു ശേഖരൻ. വെൽക്കം ടു ദി സ്റ്റേജ്. സാറിന് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒട്ടും പേടിയില്ലാത്തത്? ജീവിതത്തിൽ പല പല വലിയ പ്രതിസന്ധികൾ വരും. ആ ഒരു ഒറ്റ പ്രതിസന്ധി മതി നമുക്ക് ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രതിസന്ധി മറികടക്കാൻ. സാറിന്റെ ജീവിതത്തിലെ അടുത്ത ലക്ഷ്യം എന്താണ്? ഈ സുനിത വില്യംസ് ഒക്കെ ബഹിരാകാശത്ത് പോയില്ലേ, അതുപോലെ എനിക്കും പോകണം. ഒരുപക്ഷെ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റിയില്ലെന്നൊക്കെ വരും. ഇപ്പൊ തന്നെ അവര് പോയിട്ട് 1 വർഷം കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത്. 1 2 ഇനിയിപ്പോ വരാൻ പറ്റിയില്ലേലും എനിക്കൊരു കുഴപ്പമില്ല. പെൺപിള്ളേന്ന് രക്ഷപ്പെടാല്ല, അത് തന്നെ വലിയൊരു സമാധാനമല്ലേ. എടാ നിന്റെ അവസ്ഥ എനിക്കറിയാം. നീ വിചാരിച്ചിട്ടില്ലേ ഞാൻ എന്താ ഇത്ര സത്യസന്ധനായിട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന്? ഞാൻ സത്യസന്ധനായതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും സ്ഥലം മാറ്റാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നില്ലടാ. അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ ഞാൻ രക്ഷപ്പെടുന്നടാ. അവിടെ കാണുന്നില്ല, വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം. അതുകൊണ്ട് വീട്ടിൽ ഈ ഒരു മാസത്തിനിടെ എനിക്ക് 30 തവണ ട്രാൻസ്ഫർ കിട്ടി. ഞാൻ ഹാപ്പിയാടാ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അഥവാ എനിക്ക് ദേഷ്യമോ വാശിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയൊന്നും കാണാതെ ഒരുത്തനെ പിടിച്ച് ഞാൻ കൂമ്പിന് എത്രയോ അത്രേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് സത്യസന്ധന. സാറിന്റെ അവസ്ഥയും എന്റെയൊക്കെ കൂട്ടുകാരനല്ലയോ? നിന്റെയൊക്കെ പ്രോബ്ലം നീയൊക്കെ ഇവിടെ വന്ന് തീർപ്പാക്കാൻ വരുന്നുണ്ട്. ഞാനൊക്കെ ഇത് ആരോട് പറയാനാടാ?